ഓം ശാന്തി. ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. ദിവ്യ ജന്മധാരി പുരുഷോത്തമ സംഗമയുഗി ശ്രേഷ്ഠാത്മാവാകുന്നു. ആദിപിതാ ബ്രഹ്മാവിലൂടെ പരംപിതാ ശിവന്റെ ഡയറക്റ്റ് സന്താനമാകാനുള്ള പദ്മാപദം ഭാഗ്യം എനിക്ക് പ്രാപ്തിയായിരിക്കുന്നു. ഞാൻ ഈശ്വരീയ ജന്മം പ്രാപ്തമായ ആത്മാവാണ്. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണാത്മാവാണ്. സ്വയം ഓൾമൈറ്റി ശിവപരമാത്മാ, പരംപിതാ പരം ശിക്ഷക് സദ്ഗുരുവായി എന്റെ പാലന ചെയ്യുന്നു. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ബ്രഹ്മബാബ് സമാനം ആചരണം ചെയ്യുന്നു. ഞാൻ ബ്രഹ്മചാരിയാണ്. ബ്രാഹ്മണ ആത്മാ ദിവസവും ജ്ഞാനദാനം ചെയ്യുന്നു. പ്രതിദിനം സത്യമായ ഗീത സ്വയം കേൾക്കുന്നു, മറ്റുള്ളവരെയും കേൾപ്പിക്കുന്നു. സ്വയം തന്നെ ബ്രഹ്മലോകത്തിന്റെ നിവാസിയാണെന്ന് മനസ്സിലാക്കി ബ്രഹ്മലോകയാത്ര സ്വയം ചെയ്യുന്നു, മറ്റുള്ളവരെയും ചെയ്യിക്കുന്നു. ഇപ്പോൾ സെക്കൻഡിൽ ബ്രഹ്മലോകത്തിൽ സ്ഥിതമായി സർവശക്തിവാൻ ശിവബാബയുടെ കൂടെ കമ്പൈൻഡായി ഞാൻ പവിത്രതയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നു. ഇത് പുരുഷോത്തമനാകാനുള്ള സംഗമയുഗമാണ്. ഞാൻ സർവർക്കും സുഖധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ സർവർക്കും ബാബയുടേതായതിനുള്ള ആശംസകൾ നൽകുന്നു. ഞാൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തമായി സുഖധാമത്തിലേക്ക് പോകുകയാണെന്ന സന്തോഷത്തിലിരിക്കുന്നു. പരംപിത പരമാത്മാ ദുഃഖഹർത്താവും സുഖകർത്താവുമാണ്. സുഖശാന്തിയുടെ സമ്പത്ത് നൽകുന്നു. ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണനാണ് ഞാൻ. ബാബ തന്നെ തന്റെ പരിചയം നൽകി മുഴുവൻ ലോകത്തിലെ മനുഷ്യരുടെ പാർട്ടും പരിചയപ്പെടുത്തി. ഇപ്പോൾ മനുഷ്യർക്ക് ബാബയുടെയും രചനയുടെയും പരിചയം ലഭിച്ചിരിക്കുന്നു. ബാബ പറയുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ഈശ്വരന്റെ വീട്ടിലേക്ക് പോകും. മനുഷ്യർക്ക്
ഗോഡ് ഫാദറിന്റെ വീട്ടിൽ ശാന്തി ലഭിക്കുന്നു. ബാബ ഈ പതിത ലോകത്തിൽ നിന്നും സർവരെയും കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ബാബ ഇപ്പോൾ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കൂ, ദൈവിക ഗുണം ധാരണ ചെയ്യൂ, ആത്മാക്കളുടെ മൂന്നാം നേത്രം തുറപ്പിക്കൂ. ബാബയുടെ ജ്ഞാനം ബാബ തന്നെ വന്ന് പറഞ്ഞു തരുന്നു. ഇത് മനുഷ്യരിൽ നിന്നും ദേവതയാകുന്ന പുരുഷോത്തമ സംഗമയുഗമാണ്. ആത്മാക്കൾ തമോ പ്രധാനമാകുമ്പോൾ ബാബ വരുന്നു. ബാബ സതോ പ്രധാന സുഖധാമമുണ്ടാക്കുന്നു. ബാബ പറയുന്നു, ബാബയുടെ ഓർമ്മയിലൂടെ 5 ഭൂതങ്ങളെയും പുറത്താക്കൂ. ഈ സമയത്ത് പരിധിയില്ലാത്ത പിതാവിൽ നിന്നും മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്തെടുക്കുന്നു. ഞാൻ 21 ജന്മത്തേക്ക് പദമാപദം പതിയാകുന്നു. മനുഷ്യർ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നു, അതിൻ്റെ ആശംസകൾ നൽകുന്നു. നമുക്ക് ബാബയെ പ്രാപ്തമായി ജ്ഞാനത്തിൻ്റെ പ്രാരബ്ധം 21 ജന്മത്തേക്ക് കിട്ടും. അതാണ് സുഖം, പിന്നെ ദുഃഖമാണ്. ബാബക്ക് ചിന്ത വന്നു, കുട്ടികളെ ദുഃഖത്തിൽ നിന്നും ഒഴിവാക്കാമെന്ന്. സുന്ദരിയാകാതെ ഞാൻ ബാബയുടെ സഹായിയാകുന്നു. വീട് തോറും സന്ദേശം എത്തിക്കാനുള്ള യുക്തി പറഞ്ഞു കൊടുക്കുന്നു. സർവരുടെയും ആശംസകൾ ലഭിക്കാൻ വിജയമാലയിലെ മണിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. പൂജ്യരാകണം, ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും എന്ന സ്മൃതിയിൽ ഞാൻ പ്രകാശത്തിൻ്റെ കിരീടധാരിയാകുന്നു. ഇത് ബാബ തന്നിരിക്കുന്ന വരദാനമാണ്. ഞാൻ നിമിത്ത കർമ്മയോഗിയുമാണ്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ്. ഈ സ്മൃതി സ്വതവേ ഉണ്ടാകുമ്പോൾ പ്രകാശത്തിൻ്റെ കിരീടധാരിയാകുന്നു. ചിന്തയില്ലാത്ത ചക്രവർത്തിയാകുന്നു. ഞാനും ബാബയും മൂന്നാമതൊരാളില്ല. ഈ സ്മൃതി സഹജമായി ചിന്തയില്ലാത്ത ചക്രവർത്തിയാക്കുന്നു. മായാജീത്, പ്രകൃതി ജീത്, കർമ്മേന്ദ്രിയ ജീതാകുന്നു. വ്യർത്ഥഭാവത്തിൻ്റെ ഭാരം തലയിലെടുക്കുകയാണെങ്കിൽ കിരീടത്തിനു പകരം അനേക ഭാരങ്ങളുടെ കൊട്ട തലയിൽ വരും. സർവസംബന്ധത്തിൽ നിന്നും മുക്തമാകാൻ ദേഹിക സംബന്ധത്തിൽ നിന്നും നഷ്ടമോഹയാകൂ. ഓം ശാന്തി.